അകറ്റും. എൻ ജീവദായകനെ അങ്ങ് സന്നിധി ഞാൻ വരുന്നു. അങ്ങല്ലാതെ വേറെ ആരുമില്ല ആരാധനയ്ക്ക് യോഗ്യൻ. സ്വർഗത്തിലും ഈ ഭൂമിയിലും തുല്യം ചൊല്ലാനില്ല വേറാരും. അങ്ങല്ലാതെ വേറെ ആരുമില്ല ആരാധനയ്ക്ക് യോഗ്യൻ. സ്വർഗത്തിലും ഈ ഭൂമിയിലും തുല്യം ചൊല്ലാനില്ല വേറാരും. അങ്ങു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. സർവശക്തിമാൻ സർവവ്യാപിയും തുല്യം ചൊല്ലാനില്ല വേറാരും. യുഗയുഗങ്ങളായി അങ്ങു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. സർവശക്തിമാൻ സർവവ്യാപിയും തുല്യം ചൊല്ലാനില്ല വേറാരും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 26-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 26-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിനെ അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിപ്പാനും. ഇതിനകത്ത് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തേക്ക് തിരിക്കാൻ കഴിവുള്ള ഒരു ശക്തി ഇറങ്ങിയിട്ടുണ്ട്. ഏത് ശക്തി? സ്വർഗത്തിലെ ശക്തി. സാത്താന്റെ അധികാരത്തിനകത്ത് നിന്ന് ചില വ്യക്തികളെ സാത്താൻ കുടുക്കി കഴിഞ്ഞാൽ തീർത്തു അവകാശം പറയും. പക്ഷെ ഇന്ന് യേശു കർത്താവ് അവൻ്റെ അധികാരങ്ങളെ തച്ചുടയ്ക്കാൻ എത്ര വിശ്വാസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. സാത്താൻ്റെ അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തികളുടെ കെട്ടുകളെ പൊട്ടിച്ച് ജീവിതത്തെ, കുടുംബങ്ങളെ, തലമുറകളെ ഭരിച്ചൊതുക്കുന്ന ചില സാത്താൻ്റെ മണ്ഡലങ്ങളെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ തച്ചുടച്ചുകൊണ്ട് കുടുംബങ്ങളെ, വ്യക്തികളെ, കടന്നു വന്ന ജനത്തെ മാത്രമല്ല സാത്താൻ്റെ പിടിയിൽ കിടക്കുന്ന മക്കളെ, കെട്ടുകളെ പൊട്ടിച്ച് പുറത്തെടുക്കുന്ന ഒരു പകലാണ്. ഹല്ലേലൂയ!
അവൻ്റെ അധികാരങ്ങളിൽ ഇരിക്കത്തില്ല. പറഞ്ഞേ, അവൻ്റെ അധികാരങ്ങൾ ഇനി നമ്മുടെ മേൽ ഇരിക്കത്തില്ല. അവൻ്റെ അധികാരങ്ങൾ നിന്റെ മേൽ ഇരിക്കത്തില്ല, നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഇരിക്കത്തില്ല. ആ കുടുംബത്തിനകത്ത് നിന്ന് കെട്ടുകളെ പാട്ടേച്ച്, ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ. കുഞ്ഞുങ്ങളുടെ കെട്ടുകളെ, കുടുംബത്തിനകത്തുള്ള കെട്ടുകളെ, ഭവന തലങ്ങൾക്കകത്ത് അടിത്തറകളെ പിടിച്ചു കുലുക്കുന്ന, ഭവനങ്ങളെ പിടിച്ചു കുലുക്കുന്ന, മുന്നോട്ട് വിടുകയില്ലെന്ന് അവകാശം പറയുന്ന, നന്മക്കെതിരെ, ഭാവിക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ, വിടുതലിനെതിരെ, സമാധാനത്തിനെതിരെ വാദിക്കുന്ന ചില ശക്തികളെ തച്ചുടക്കാൻ ഒരു ശക്തി വെളിപ്പെടുകയാ. ദൈവ ശക്തി ആ ശരീരങ്ങളിലേക്ക് വെളിപ്പെടുന്നു. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പിശാചിന്റെ അധികാരത്തിൽ ഇരിക്കുന്നവരെ ഇന്ന് പകൽക്കാലം ആരുടെ അധികാരത്തിൽ കൊണ്ടുവരും? യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ, പരിശുദ്ധ ആത്മാവിന്റെ, ക്രിസ്തുവിന്റെ, സമാധാനത്തിന്റെ വിശ്വാസം തരുന്ന ഒരു കർത്താവ്, വിടിവിക്കുന്ന ഒരു കർത്താവ്, മഹത്വത്തിന് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്രക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് ഞാൻ പിശാചിന്റെ പിടിയിലല്ല ഇരിക്കാൻ പോകുന്നത്, ക്രിസ്തുവിന്റെ പിടിയിൽ. പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിന്റെ പിടിക്ക. ആരൊക്കെ പറയും ഞാൻ ക്രിസ്തുവിന്റെ പിടിക്കകത്ത്, പിശാചിന്റെ പിടിയിൽ നിന്ന്. പറഞ്ഞ, പിശാചിന്റെ പിടിയിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി ക്രിസ്തുവിന്റെ പിടിയിൽ കൊണ്ടുവരുവാൻ അധികാരമുള്ള ഒരു ശക്തി ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിൻ്റെ ശക്തി. എവിടെ നിന്ന് പിടിച്ചെടുക്കും? പിശാചിൻ്റെ പിടിക്കകത്തുനിന്ന് ആരുടെ കൈ ഇറങ്ങി പിടിക്കും? ആണിപ്പെടുത്തേറ്റ് കരമിറങ്ങി ഒരു പിടിയോടെ പിടിച്ചെടുത്ത് ആരുടെ അടുത്ത് കൊണ്ടുപോകും? യേശുവിൻ്റെ കൈക്കകത്ത്. യേശുവിൻ്റെ കൈക്കകത്തിരിക്കുന്ന ഒരാളിനെ പിന്നെ തകർക്കാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു, യേശുവിൻ്റെ കൈക്കകത്തിരിക്കുന്ന ഒരാളിനെ തകർക്കാൻ പറ്റുമോ? ആർക്കും തകർക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന, ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. യേശുവിനെ പോലെ നമുക്ക് ആരുമില്ല സ്നേഹിതരെ. ഇന്ന് ആ യേശു കർത്താവ് നമ്മുടെ അടുക്കൽ വന്ന് പിശാചിൻ്റെ കെട്ടിനെ പൊട്ടിച്ചിട്ട്, ആര് പൊട്ടിക്കും? നമ്മളല്ല, പിന്നെ ആര്? യേശു പൊട്ടിക്കും. ഇനി അവൻ തൊടാതെ വണ്ണം വലിച്ചു പൊട്ടിക്കും. അവൻ്റെ മണ്ഡലങ്ങളെ, അവൻ്റെ സകല അധികാരങ്ങളെയും പൊട്ടിച്ചിട്ട് പറയും, ഇവൻ എൻ്റേതാ, ഇവൻ എൻ്റേതാ. പൊട്ടിച്ചിട്ട് അപ്പൻ്റെ ചങ്കിൽ ചേർത്ത്, ഓ ജീസസ്, മറ്റാരുടെ ചങ്കിലുമല്ല, പിശാചിനെ തൊടാൻ പറ്റാത്ത അവൻ്റെ തലയെ തകർത്തവൻ്റെ ചങ്കോട് ചേർത്ത് അടച്ച് നമ്മൾ എന്ത് ചെയ്യും? പരിപാലിക്കും. അപ്പോൾ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമൊന്നും പേടിക്കണോ? പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? പിശാചിൻ്റെ പിടിയിൽ നിന്ന് കെട്ട് പൊട്ടിച്ച് സർവശക്തൻ്റെ ചങ്കിൽ ചേർത്ത്, ആമേൻ, ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത്, തലമുറയ്ക്കകത്ത് ഭയങ്കര ഒരു മാറ്റം. ഓ ആമേൻ, ഒരു ഭയങ്കര മാറ്റം വരാൻ പോകയാ. ഓ, കർത്താവിൻ്റെ കരത്തിനകത്താണെങ്കിൽ മാറ്റം. ആമേൻ, സ്തോത്രം. പിടി യേശുവിലാണെങ്കിൽ, യേശു നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. യേശുവാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി യേശു തുറക്കുന്ന വഴികൾ ആർക്ക് തടയ്ക്കാൻ പറ്റില്ല? ശത്രുവിന് തടയാൻ പറ്റത്തില്ല, അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വേണ്ടി തുറന്നത് ആരാ? യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? തുറന്നവൻ്റെ അധികാരം അതാണ്. തുറന്നവൻ്റെ അധികാരം അതാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരു പാത തുറന്നിട്ടുണ്ടെങ്കിൽ
അതിനെതിരെ ഒരു ശത്രു പറഞ്ഞാലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് അടയില്ല. കാരണം എന്താ? ഒരു മനുഷ്യൻ അടയ്ക്കാൻ നോക്കും. ചിലപ്പം നമുക്കൊരു നന്മയുടെ വാതിൽ ദൈവം തുറന്നിടുമ്പോൾ മനുഷ്യൻ വന്ന് അടയ്ക്കാൻ നോക്കും. ഇവിടെ നിന്റെ കൈക്കൊന്നും ഇത് അടയത്തില്ല. ഇത് സ്വർഗത്തിൽ ഇത് തുറന്നതെങ്കിൽ, നിനക്ക് വേണ്ടി യേശുവാണ് തുറന്നതെങ്കിൽ ജീസസ് അടയത്തില്ല. മനുഷ്യൻ അടയ്ക്കാൻ നോക്കും, പക്ഷേ അടയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അടുത്ത വാക്യം വായിച്ചേ. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും. കണ്ടോ, ദൈവത്തിങ്കിലേക്ക് തിരിപ്പാൻ. ഇന്ന് ഇതിനകത്ത് ചില മക്കളുടെ മേൽ ദൈവശക്തി പകരാൻ പോകുകയാണ്. എന്തിനു വേണ്ടി? സാത്താന്റെ അധികാരത്തിൽ നിന്ന് ചിലരെ ആരിലേക്ക് തിരിക്കാൻ? ദൈവത്തിങ്കിലേക്ക് തിരിക്കാൻ. സാത്താൻ പിടിക്കയില്ല മക്കളെ. ഈ ക്രിസ്തുവിൽ നീ ആയാൽ നിന്നെ പിന്നെ സാത്താൻ തൊടത്തില്ല. അവൻ അടുത്ത് വരുമ്പോൾ കത്തും. മന്ത്രം അടുത്ത് വരുമ്പോൾ കത്തും. പൂജ അടുത്ത് വരുമ്പോൾ കത്തും. ചരട് കത്തും. അന്ധകാര ശക്തിയുടെ താഴ്വേര് ഓ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ആരൊക്കെ പാരമ്പര്യത്തിലെ താഴ്വേരുകൾ കത്തും? ആമേൻ, ആമേൻ, ആമേൻ. ഓ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും. അടുത്ത വരി. ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഒരുത്തൻ അയക്കുകയാണ്. ആരെ? അപ്പോസ്തലനെ അയക്കുകയാണ്. എന്തിനു വേണ്ടി? പിശാചിന്റെ പിടി കിടക്കുന്നവർ കെട്ടുപൊട്ടിച്ച് കൊണ്ടുവരാൻ. ഇതൊക്കെ മനസ്സിലാവും. അയക്കുകയാണ്. അയച്ചതാരാ? സ്വർഗം. അപ്പോഴാണ് ദേശത്തിലെ പിശാച് ഇളകുന്നത്. സ്വർഗം അയക്കുകയാണ്. ഇവിടെ നീ ഇളകി എത്ര ഇളകും? ഇവൻ ആനപ്പുറത്തിരിക്കുക. ആര്? ഈ അപ്പോസ്തലൻ ആനപ്പുറത്തിരിക്കുക. ആരാ വിളിച്ചിറങ്ങിയേ? ദൈവം വിളിച്ചിറങ്ങി. നീ ഇനി തടയാൻ നോക്കിയാലൊന്നും അവനെ തടയാൻ പറ്റത്തില്ല. യവൻ്റെ മേൽ വന്ന അധികാരവും യവൻ്റെ മേൽ വന്ന വിളിയും സ്വർഗത്തിലാകയാൽ. നിനക്ക് മനസ്സിലായോ സ്വർഗത്തിലെ വിളി? ഓ, എന്നെയും നിങ്ങളെ കർത്താവാണ് വിളിച്ചതെങ്കിൽ പേടിക്കുകയേ ചെയ്യില്ല. ദൈവമാണ് നമ്മളെ വിളിച്ചെങ്കിൽ മനുഷ്യനല്ല പേടിക്കേണ്ടത്. പിന്നെ ആരെ പേടിക്കണം? വിളിച്ച ദൈവത്തെ. ഇപ്പം ഈ മനുഷ്യനെ ദൈവം വിളിച്ചു, ദൈവം വേർതിരിച്ചു, ദൈവം ശക്തി പകർന്നു, ദൈവം അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അയക്കുന്നത്? ചില പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ. അടുത്ത വരി വായിച്ചേ. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, രാജാവല്ല ഇനി ആരെന്ന് പറഞ്ഞാലും ഈ മനുഷ്യന് പേടിയില്ല. കാരണം എന്താ? പേടിയെല്ലാം പോയി ശക്തി വന്നപ്പോ. പീരിത്വത്തിന്റെ ആത്മാവിനല്ല ദൈവം നമുക്ക് തരുന്നത്, സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും. തിമോഥെയോസിന്റെ ലേഖനം 1:7. പീരിത്വത്തിന്റെ ആത്മാവിനെ അല്ല, സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെ അത്രേ ദൈവം നമ്മുടെ മേൽ തന്നത്. ഹല്ലേലൂയ. നമ്മുടെ മേൽ തന്ന ആത്മാവേതാ? സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ, സ്നേഹത്തിൻ്റെ ആത്മാവിനെ അത്രേ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല, ശക്തിയുടെ ആത്മാവത്രേ. എന്തിൻ്റെ ആത്മാവാണ്? ശക്തിയുടെ ആത്മാവാണ്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. അപ്പോസ്തലനെ ദൈവം വിളിച്ചു. സ്വന്തമായിട്ട് പോയെന്നല്ല, ദൈവം വിളിച്ചു, ദൈവം അയച്ചു. വിളിച്ചു, അഭിഷേകം ചെയ്തു, അയച്ചു. വിളിച്ചു, അഭിഷേകം ചെയ്തു, അയച്ചു. പേടിക്കാനില്ല. കണ്ടോ? വിളിച്ചു, എടുത്തിയാടിയതല്ല. വിളിച്ചു, അഭിഷേകം ചെയ്തു, അയച്ചു. ബാക്കി ആര് നോക്കിക്കൊള്ളൂ? അയച്ചവൻ നോക്കിക്കൊള്ളൂ. ആരാണോ അയച്ചവൻ. ഞാൻ പറയാം, ചിലപ്പോൾ സ്തോത്രം, ഒരു സാധനം, ഇപ്പോൾ ഉദാഹരണം സൺഡേ സ്കൂളിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം. സൺഡേ സ്കൂള് ബുക്ക് ഡിപ്പോയിൽ നിന്ന് സൺഡേ സ്കൂളിൻ്റെ പുസ്തകം വാങ്ങി ഞാനാണ് വിളിച്ച് പറഞ്ഞതെങ്കിൽ അവരെനിക്ക് വേണ്ടി ടെസ്റ്റ് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ സഭയിലുള്ള ആരെങ്കിലും വിട്ടാൽ അവർ കൊടുക്കത്തില്ല. ഞാൻ വിളിച്ച് പറയുമ്പോൾ കൊടുക്കും. ഇത് എൻ്റെ ആളാണ് വരുന്നത്. എൻ്റെ അപ്പൻ ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനോട് കൽപ്പിക്കേടാ, തൊട്ടുപോരുത്, എൻ്റെ ആളാ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ആളാണ് വരുന്നത്. കണ്ടോ? നമ്മൾ അറിഞ്ഞില്ല. അപ്പോസ്തലനെ അയക്കും മുമ്പേ ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു എൻ്റെ ആളാ വരുന്നത്, ഞാൻ വിളിച്ചവനാ, ഞാൻ അഭിഷേകം ചെയ്തവനാ, ഞാൻ തിരഞ്ഞെടുത്തവനാ, അയക്കുകയാണ് ഞാൻ. എങ്ങോട്ട്? പിശാചിൻ്റെ പിടിക്കകത്ത് കിടക്കുന്നതിനെ പൊട്ടിക്കാനാണ് ഞാൻ അയക്കുന്നത്. ജീസസ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവിന് ചിലത് സംസാരിക്കണം. മക്കളെ, നിന്നെ വിളിച്ചത് ചിലതിനെ പൊട്ടിച്ച് ചിലതിനെ പുറത്തെടുക്കാനാ. പേടിച്ചിരിക്കല്ലേ, ധൈര്യത്തോടെ പറ, പൊട്ടിച്ചെടുക്കാൻ. പേടിക്കല്ലേ, നീ പീരിത്വത്തിന്റെ ആത്മാവിനല്ല പ്രാപിച്ചത്. അടുത്തവര് വായിച്ചേ. അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന്. കണ്ടോ? ഒന്നുകൂടെ വായിച്ചേ അവര്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ
ഇത്രയൊക്കെ പറയാൻ ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും, കർത്താവേ അങ്ങ് കാണിച്ച വെളിപ്പാടുകൾക്ക് അനുസരണക്കേട് കാണിക്കാതെ, അങ്ങ് പറഞ്ഞ വാക്കുകൾക്ക് അനുസരണക്കേട് കാണിക്കാതെ ഞാൻ അപ്പൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെന്ന് ഇത്രയൊക്കെ ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും. അപ്പോസ്തലൻ ചങ്കത്ത് കൈവച്ച് പറയുകയാണ്, അനുസരണക്കേട് കാണിക്കാതെ. കണ്ടോ, വിളിച്ച നാൾ മുതൽ ഇന്ന് വരെ ദൈവം എന്ത് പറയുമോ അതിലപ്പുറം അയാൾക്ക് ഇല്ല. ഹാലേലൂയ. ദൈവം എന്ത് പറയും അത് മാത്രമേ അയാളുടെ ജീവിതത്തിനകത്ത് ഉള്ളൂ. വായിച്ചേ, ഒന്നുകൂടെ ആ വരി വായിച്ചേ. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട്. കണ്ടോ, അപ്പോസ്തലൻ പറയുകയാണ്, എന്തൊക്കെ പ്രതികൂലം വന്നിട്ടും, ഒരുപാട് പ്രശ്നം വന്നു, ഒരുപാട് പ്രതിസന്ധി വന്നു, ഒരുപാട് പ്രതികൂലം വന്നു, പക്ഷേ സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഇന്ന് ഇതിനകത്ത് എത്രവർക്ക് പറയാൻ കഴിയും, കർത്താവേ, അപ്പോൾ ഞാൻ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു, പട്ടുമെത്തയായിരുന്നില്ല, ഒരുപാട് പ്രതികൂലങ്ങളിലേക്ക് പോകേണ്ടി വന്നു, എന്നിട്ടും സ്വർഗീയ ദർശനങ്ങൾക്ക് എന്നെ കർത്താവ് കാണിച്ചു തന്ന, എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ച, കർത്താവ് എനിക്ക് തന്ന വചനത്തിന് വിരുദ്ധമായി, എൻ്റെ അപ്പൻ പറഞ്ഞ ആലോചനയ്ക്ക് വിരുദ്ധമായി, സ്വർഗീയ ദർശനത്തിന് വിരുദ്ധമായി ഞാൻ, ദൈവമേ അപ്പാ മാറി നിന്നിട്ടില്ല. അപ്പാ സ്വർഗീയ ദർശനത്തിന് വിരോധമായിട്ട് ഞാനൊന്നും കാണിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, അടുത്ത വരി, ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും. കണ്ടോ, ആദ്യം എവിടെയൊക്കെ പോയി? 3 സ്ഥലം. ഒന്നുകൂടെ വായിച്ചേ. യെരുശലേമിലും ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും. അപ്പൊ എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുക. ജാതികളോടും മാനസാന്തരപ്പെട്ട്, ജാതികളോടൊക്കെ പറഞ്ഞ എന്താ? മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞിട്ട് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മാനസാന്തരപ്പെട്ട ആളിൻ്റെ അകത്ത് കർത്താവിൻ്റെ ജീവൻ ഇറങ്ങി അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടും. അതിലൂടെയാണ് അനേകർ ആരെ കാണുന്നത്? നമ്മളിലൂടെ യേശുപ്പനെ കാണുന്നത്. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലെ ആരുമില്ല. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെ പോലെ ആരുമില്ല. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ, സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ, സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ, സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും 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 യേശുവെ പോലെ
സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ദർശനങ്ങൾക്ക് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയണം. വിളിച്ച നാൾ മുതലപ്പാ ഇന്ന് വരെ അപ്പൻ്റെ വചനം കേൾക്കുമ്പോൾ അപ്പൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് അപ്പൻ്റെ വിളിക്ക് അനുസരണക്കേട്, ആ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പറയാൻ വേണമെന്ന്. അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇത് വരണം. നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് കർത്താവ് കാണണം, പറഞ്ഞിട്ടല്ല, അല്ല തന്നെ കാണണം. അവളെ ഞാൻ വിളിച്ചു, അവനെ ഞാൻ വിളിച്ചു. അന്ന് മുതൽ ഓരോ വചനം കേൾക്കുമ്പോഴും ആ വചനത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറയും, അപ്പാ ഈ വചനത്തെക്കാൾ വലുതെനിക്കൊന്നുമില്ല, യേശുവിനേക്കാൾ വലുതെനിക്കൊന്നുമില്ല. അപ്പം ഇനി ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞാലും എന്തിൻ്റെ എല്ലാം നടുവിലൂടെ പോകേണ്ടി വന്നാലും സാരമില്ല. അപ്പൻ്റെ പാദപീഠത്തിൽ ഞാൻ വീട് കിടന്ന് ഈ വചനത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഈ വചനത്തെ ഞാൻ മുറുകെ പിടിക്കും. ഈ വചനം എന്നെ രക്ഷിക്കും. ഈ വചനം എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അപ്പോസ്തലൻ പറയുന്നു, ചങ്കത്ത് കൈവച്ച് പറയുകയാണ്, സ്തോത്രം. കണ്ടോ, അതിനകത്ത് വീണ്ടും 19 വാക്യം, അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിൽ അനുസരണക്കേട് കാണിക്കാതെ. കണ്ടോ, അനുസരണക്കേട് കാണിച്ചില്ല. ദൈവം പറഞ്ഞ അനുസരണക്കേട് കാണിക്കല്ലേ. നമ്മൾ ദൈവവചനം കേട്ട് ആ വചനത്തിൻ്റെ അകത്ത് വീണ് ആ വചനത്തിലൂടെ ജീവിക്കണം. ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും. നമ്മളിലൂടെ മറ്റുള്ളവർ യേശുവിനെ കാണട്ടെ, യേശുവിൻ്റെ സ്നേഹം അറിയട്ടെ, അനേകം പേർ സൗഖ്യമാകട്ടെ, അനേകം പേർ സമാധാനം കണ്ടെത്തട്ടെ, അനേകം പേർ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടട്ടെ, അനേകം പേർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നമ്മൾ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് വ്യാപിക്കട്ടെ. വിടുതലുകൾ വ്യാപിക്കട്ടെ, അത്ഭുതങ്ങൾ വ്യാപിക്കട്ടെ, അസാധാരണമായ വീര്യപ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് അത് സ്തോത്രം വ്യാപിക്കട്ടെ. നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കാതെ മറ്റുള്ളവരിലേക്കും ആ ക്രിസ്തു യേശുവിൻ്റെ കൃപ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുകയാണ്, അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഒന്നുകൂടെ ഇപ്പൊ ബാക്കി ഒന്നുകൂടെ വായിച്ചേ. ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഏത് യോഗ്യമായ പ്രവൃത്തി ചെയ്യണം? മാനസാന്തരത്തിന് യോഗ്യമായ. കണ്ടോ, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്ന് മറ്റുള്ളവർ എൻ്റെ സ്വലത്താൽ അറിയണം. സിസ്റ്റർ അങ്ങനെയല്ല. ആ സംസാരം കേൾക്കുമ്പോൾ അറിയാം, യാത്ര ചെയ്യുന്ന കാണുമ്പോൾ അറിയാം, അവരുടെ ആ പ്രവർത്തനം കേൾക്കുമ്പോൾ അറിയാം അത് വേറിട്ട ഒരാളാണ്, അത് യേശുവിൻ്റെതാണ്. കണ്ടോ, ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അല്ലാതെ തന്നെ അറിയണമെങ്കിൽ നമ്മളിൽ കർത്താവ് അറിയണം. റിയലി അറിയാം. നിങ്ങൾ എവിടെ പോയാലും യേശുവിൻ്റെ സൈൻ മറ്റുള്ളവർ കാണും. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ. ഇതു നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം കൊല്ലുവാൻ ശ്രമിച്ചു. ദർശനം കണ്ടു വന്നതാ, പട്ടുമത്ത കിട്ടിയെന്നല്ല, കൊല്ലുവാൻ ശ്രമിച്ചു. അടുത്ത വരി. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കയാൽ എനിക്ക് ലഭിക്കയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും കണ്ടോ, ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യണ്ട. ദൈവം കൈവിട്ടാൽ പേടിക്കണം, മനുഷ്യൻ കൈവിട്ടാൽ പേടിക്കണ്ട. മനുഷ്യൻ കൈവിട്ടോട്ടെ, അവരാരും നമ്മളെ നോക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണ്ട. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിൽക്കുന്നവരൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളെ നോക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരാരും നോക്കത്തില്ല, പ്രതീക്ഷിക്കാത്തവർ ചിലപ്പോൾ നോക്കിയെന്ന് വരും. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുമെങ്കിൽ ആസ്ഥാനത്താണെന്ന് ഓർത്തോ, സമയമാകുമ്പോൾ അവരെ പൊടി പോലും കാണില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തവർ, ചിന്തിക്കാത്തവർ, നമ്മൾ വിചാരിച്ചില്ല അവരെക്കുറിച്ച്, പക്ഷേ അവർ നമ്മുടെ അടുത്ത് വരും. നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഏറ്റവും വിരോധം കാണിച്ച ആരോടാണ്? അവർ നമ്മളെ അടുത്ത് വരും. വേദപുസ്തകത്തിനകത്തുണ്ടോ? ഉണ്ട്. റോമർക്കെഴുതിയ ലേഖനം എടുത്തേ, റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം വാക്യം വായിച്ചേ. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ. ഞാൻ ശത്രുത വെച്ചോണ്ടിരിക്കുന്നില്ല ആള്, ആ ആൾ എൻ്റെ അടുത്ത് വരും. സ്നേഹിച്ച ആളല്ല. നമ്മൾ സ്നേഹം അല്പം കിട്ടാൻ നമ്മൾ വിചാരിക്കും ഇന്ന ആളിലൂടെ ഒരു തലോടൽ കിട്ടും, ഒരു സ്നേഹം കിട്ടും, എന്തെങ്കിലും, അല്ലെങ്കിൽ അമ്മന്നോ അല്ലെങ്കിൽ ആൻറ്റിയെന്നോ അല്ലെങ്കിൽ അമ്മമ്മന്നോ അല്ലെങ്കിൽ സ്വത്രം ചേച്ചിയെന്നോ അല്ലെങ്കിൽ സിസ്റ്റർ എന്നൊക്കെ വിളിക്കുമെന്നൊക്കെ എന്ത് ചെയ്യും പലരിലൂടെയും കരുതും. അവരുടെ ശബ്ദം കേൾക്കാൻ കരുതും, പക്ഷെ അവരാരും കാണില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്താരാ? നമ്മളെ ഏറ്റവും ആരെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ആരെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിൽ അവർ വരും. അവരെ ദൈവം സത്യം നിങ്ങൾ എഴുതി കിട്ടോ. നോക്കിയേ 20-ാം വാക്യം. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ, നോക്കിയേ, ഉദാഹരണം എന്നെയാണെന്ന് വെച്ചോ,
എനിക്ക് ആരോടും വെറുപ്പില്ല, ഞാൻ പറയുകയാണ്. എന്നെയാണെന്ന് വെച്ചോ, എനിക്ക് ഒരാളിനോട് എനിക്ക് നിവൃത്തിയില്ലാത്ത വെറുപ്പെന്ന് വെച്ചോ, ആരോടും വെറുപ്പില്ല. ഇത് നിങ്ങൾ വിചാരിക്കല്ലോ, ആരോടും ഒരു വിരോധമില്ല, ആരോടും പണക്കമില്ല, ആരോടും വെറുപ്പില്ല. അത് കർത്താവിൻ്റെ കൃപയാണ്. എന്നെ കൊല്ലാൻ പിടിച്ചാലും അവരോട് എനിക്ക് വേറെ ഒന്നും തോന്നാറില്ല. യേശുവിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുക മാത്രമല്ല, എൻ്റെ അകത്തുള്ള നടക്കുന്ന സംഭവമാണ് പറയുന്നത്. ഒന്നും ശാലിനിയുടേതല്ല, ശാലിനിയുടെ സ്വന്തമല്ല. ശാലിനി അതല്ല, എന്നെ പിടിച്ച 2 കൊടുക്കുന്ന ആളാണ് ശാലിനി. പക്ഷേ ക്രിസ്തു എന്നിൽ നിറഞ്ഞപ്പോൾ, മനസ്സിലായോ? ക്രിസ്തു വന്നപ്പോൾ മാറ്റം വന്നു. ക്രിസ്തു വന്നപ്പോൾ മാറ്റം വന്നു. സ്തോത്രം. ക്രിസ്തു വന്നപ്പോൾ അവിടെ ഒന്നും അനങ്ങാതായി, ചലിക്കാതായി. പിന്നെ ഇനി അടുത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അടുത്ത് ഇത് ആ ജയജീവിതം നിൽക്കുന്നുണ്ടോ എന്ന് അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. ഉദാഹരണമാണ്, എനിക്കൊരാളിനോട് വിരോധമുണ്ടെന്ന് വെച്ചോ, അയാളെ കാണുന്നതേ വെറുപ്പാ. എൻ്റെ വിരോധമുള്ളവരുടെ ലിസ്റ്റിൽ അങ്ങനെ ഒരു ലിസ്റ്റില്ല. എന്നിട്ടും ഞാൻ പറയുകയാണ്, എനിക്ക് വിരോധമുള്ളവരുടെ ലിസ്റ്റിൽ ഉദാഹരണമായി ഒരു 10 പേരുടെ വിരോധം ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഏറ്റവും വിരോധമുള്ള ഒരാളിനെ കർത്താവ് നോക്കി വെച്ചിട്ട് തക്ക സമയമാകുമ്പോൾ ആ ശാലിനിക്ക് അവിടെ ഒരാവശ്യമുണ്ട്, പോകാൻ പറയും. എൻ്റെ അടുത്ത് ആര് വരും? ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയ, ഞാൻ സഹായിച്ച, ഞാൻ വിചാരിച്ച, ഞാൻ ചിന്തിച്ച, സ്നേഹത്തിൻ്റെ ഒരു തലോട് തരുമെന്ന് ആഗ്രഹിച്ച അവർ വരത്തില്ല. മനസ്സിലായി? വായിച്ചേ. നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ. അപ്പൊ വേറൊരാളോട് പറയും, ആ ശാലിനി നിന്നെ എപ്പോഴും ശത്രുവായിട്ടല്ലേ കാണുന്നത്, നീ അവളുടെ അടുത്ത്. എല്ലാവരും കാണാത്തപ്പോഴും കാണുന്നൊരു ദൈവമുണ്ട്. 38 വർഷം കിടന്നത് മറ്റാരെങ്കിലും കണ്ടോ? അടുത്ത് കിടന്ന് ആരെങ്കിലും അയാളെ കുറിച്ച് എഴുതിയോ? ഇല്ല. പക്ഷെ ദൈവം ഇറങ്ങി വന്ന് പറയുകയാണ്, നീ ഏറെ കാലമായിരിക്കുന്നു എന്ന് കണ്ടു. വായിച്ച വാക്യം യോഹന്ന സുവിശേഷം 5-ാം അധ്യായം വായിച്ചേ. 5-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. അത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. തൊട്ട് മുമ്പ് 3. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയ കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത് അവൻ കിടക്കുന്നത് യേശു കണ്ടു. വേറെ ആരും കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? വരുന്നവരെല്ലാം സൗഖ്യമായി പോവുകയല്ലേ. അയാൾ ആരും കണ്ടില്ല. പക്ഷെ ആര് കണ്ടു? ആരും കാണാത്തടത്തും 38 ആണ്ട് പഴക്കമുള്ള വിഷയത്തിന് കാണുന്നൊരു ദൈവമുണ്ട്. കണ്ടോ? ഏറെ കാലമായിരിക്കും. ഒന്നുകൂടെ വായിച്ചേ വരി. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. കണ്ടോ? ഏറിയ കാലം അവിടെ കിടക്കുന്നു എന്ന് ആരറിഞ്ഞു? ദിവസം എത്ര വരെ എന്ന് എണ്ണിയിട്ടുണ്ട് യേശുപ്പൻ. കണ്ടോ? വേറെ ആരെങ്കിലും എണ്ണി കാണും? അടുത്തുള്ളവര് അവരുടെ വിഷയമാണ് അവർക്ക് വലുതല്ലേ. നമുക്ക് നമ്മുടെ വിഷയമല്ലേ വലുത്. അയലൊക്കത്തെ ഒരാളിനൊരു വിഷയം, നമുക്ക് പോയി കിടക്കാം. അവരവിടെ വിഷയമെങ്കിൽ അവർ കൊണ്ട് പോട്ടെ. കണ്ടോ? അവരുടെ വിഷയം അവർക്ക്, നമ്മുടെ വിഷയം നമ്മൾ. അങ്ങനെയല്ലേ എല്ലായിടും അങ്ങനെയാണ്. ബെഥസ്ത കുളത്തിൻ്റെ കരയിലും അങ്ങനെയായിരുന്നു. അപ്പുറത്തും കിടക്കുന്നു. ഇയാൾ കിടരോഗിയായിട്ട് കിടക്കുകയാണ് 38 ആണ്ട്. അയാൾ ആരോട് പറഞ്ഞാൽ അടുത്തുള്ളവരാരും കേൾക്കാനില്ല. അയാൾ പറയും, നിന്നെക്കാളും എനിക്കാണ് കുഴപ്പമെന്ന്. മറ്റേ ആൾ പറയും, നിന്നെക്കാളും എനിക്കാണ് കുഴപ്പമെന്ന് പറയും. അവരവർ സൗഖ്യമായി അങ്ങ് പോയി. പക്ഷേ ഇയാൾ മാത്രം അവിടെ ഇവൾ മാത്രമല്ല, ഒരുപാടൊരു കാണും അവിടെ. ഇയാളുടെ വേദന ആര് കണ്ടു? ദൈവം കണ്ടു. ഇനി ഏറെ കാലമായെന്ന് ആര് കണ്ടു? ദൈവം. എന്നിട്ട് ഇവൻ പോയില്ലെന്ന് ആര് കണ്ടു? എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് എന്നെ കിടക്കുന്ന ആര് കണ്ടു? ചിലരാണെങ്കിൽ ചില വിഷയങ്ങൾക്ക് മറുപടി ഇട്ടില്ലെങ്കിൽ നേരെ ചോദിച്ചറിയാൻ പോകും. എന്താണ്? ഒന്ന് കബഡി നിരത്തി ഒന്ന് പറയൂ. കബഡി തന്നെ എൻ്റെ പേര്. ഒന്ന് പറയൂ, എന്താണ് സംഭവം ഒന്ന് പറഞ്ഞു തരുമോ? പക്ഷിശാസ്ത്രം വന്ന ഒന്ന് ശാസ്ത്രം നോക്കി പറഞ്ഞു തരുമോ? ഒന്ന് ഈ രേഖ നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഒരാൾ പറയും, ഇന്നടുത്ത് പോയി ഒരു ചരട് കെട്ടിയാൽ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ ശത്രു സംഹാരമൊന്നും വരില്ല, കിട്ടിയാൽ ഓടും. പക്ഷെ ഇയാൾ ഒരിടത്ത് ഓടിയില്ല. കാരണം ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസി
ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ, ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇയാൾക്കറിയാം ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും കുളത്തിൻ്റെ കരയിൽ കിടന്നാണ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. പക്ഷെ ഇവൻ്റെ ഹൃദയം ആര് കണ്ടു? മനുഷ്യരാരും കണ്ടോ? ഇല്ല. ആരിറങ്ങി വന്നു? ദൈവം ഇറങ്ങി അടുത്ത് വന്നിട്ട് ഏറെ കാലമായിരിക്കുന്നെന്ന് കണ്ടു. അടുത്ത് ഒരുപക്ഷെ ആരും ഇവനോട് സംസാരിച്ചില്ലെങ്കിലും ഇവനോട് സംസാരിക്കാൻ യേശുപ്പൻ ഇറങ്ങി, സർവശക്തൻ. ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞ് മുഷിയുമ്പോൾ ഒരാൾ പറയും, കേട്ട് കേട്ട് തളർന്ന് പോ, മതി, എനിക്ക് വയ്യ, ഒരു കാര്യം തന്നെ രാവിലെ തൊട്ട് പറയാൻ തുടങ്ങിയതാ. പറയൂലേ? ഉറപ്പായിട്ട് പറയൂലേ? നമ്മളെല്ലാവരും പറയുന്ന കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ വാതിലടക്കെങ്കിലും പോന്ന് പറഞ്ഞ് ഓടിച്ച് 2 അടി കൊടുത്ത് വാതിലടക്കെങ്കിലും ചെയ്യും. പക്ഷെ യേശു അപ്പം അങ്ങനല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, രാത്രി നേരം വെളുക്കുന്നവരെ ഞാൻ യേശുവിനോട് എൻ്റെ പുരാണം പറഞ്ഞാലും അടുത്ത് കേട്ടോണ്ടിരിക്കും. ഇനി പകൽ മൊത്തം പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. എനിക്കൊന്നും കേൾക്കേണ്ടെന്ന് ആരൊക്കെ അടിച്ച് മാറ്റുമ്പോഴും എത്ര ദിവസം നീണ്ട സംസാരിച്ചാലും യേശു കേട്ടിട്ടുണ്ട്. എന്നിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സംസാരിച്ചു നോക്കണം. കർത്താവ് എന്നിട്ട് എന്താ മക്കളെ പറ, ഇത് കേട്ടിട്ടുണ്ടോ? ഓ, യേശു സംസാരിക്കും. എത്ര ദിവസം ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്താലും ഇത് കേട്ടോണ്ടിരിക്കും, മടിക്കത്തില്ല. പക്ഷേ നമ്മളാണെങ്കിൽ 1 or 2 തവണ പോന്ന് പറഞ്ഞ് വാതിലടയ്ക്കും. ഇതാണ് ഞാനും ദൈവം തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ എത്ര വേദനയായിരുന്നാലും അത് പങ്കുവച്ച് കേട്ടോണ്ടിരിക്കും. ഈ ബെഥസ്ദാ കുളത്തിൻ്റെ കരയിൽ കിടന്നവൻ എത്ര നേരം പറഞ്ഞിട്ടും യേശു മിണ്ടാതെ നിന്ന്. കണ്ടോ? അവൻ ഒരുപാട്, കർത്താവ് പറഞ്ഞത് എന്താ? 1. പക്ഷെ അവൻ പറയുന്നത് എന്താ? 1. വായിച്ചേ അവരി. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ. കണ്ടോ? മനസ്സുണ്ട്, സൗഖ്യമാകാൻ മനസ്സുണ്ട്, ചാടി എഴുന്നേറ്റ് പോകേണ്ട ആളാണ് അല്ലേ? അതേ കർത്താവ് എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് പക്ഷേ അയാൾ അവിടെ സൗഖ്യത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. പിന്നെ അകത്ത് ഇത്രയും കാലം അനുഭവിച്ച ദുഃഖം. കണ്ടോ? സൗഖ്യത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. പിന്നെ എനിക്കാരുമില്ല എന്നെ കൊണ്ടാക്കാനും. നമ്മളാണെങ്കിൽ പറയാം, ആരുമില്ലെങ്കിൽ വേണ്ട, നീ നിനക്കിപ്പോൾ ചാടി എണീക്കണോ എന്ന് ചോദിക്കൂല്ലേ? നീ ഇപ്പോൾ ചാടി എണീക്കും അതുപോലെ എന്നല്ലേ ചോദിക്കുള്ളൂ. കാരണം ഈ ദുഃഖം കേൾക്കാൻ നമ്മളെ കൊണ്ട് യേശു ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കും. അതൊക്കെ വായിക്കുമ്പോൾ അവിടെ ആ വരി വരുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. കാരണം എന്താ? യേശു പക്ഷേ ഇത്രയും. അടുത്ത വരി വായിച്ചേ. യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ. കണ്ടോ? ദുഃഖം പറയുകയാണ്, വർഷങ്ങളോടുള്ള ദുഃഖം പറയുകയാണ്. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. കണ്ടോ? അപ്പൊ വെള്ളം കലങ്ങും ഇടയ്ക്കിടയ്ക്ക്. ഒരുപാടൊരു സൗഖ്യമായി പോകുന്നുണ്ട്, പക്ഷെ എന്നെ ആക്കാൻ എനിക്കാരും. ഇനി അവരൊക്കെ കിടക്കുന്നെങ്കിലും അവരെ ആക്കാനും തൂക്കിയെടുക്കാനൊക്കെ ആൾക്കാരെ ഒരുപക്ഷെ ഉണ്ട്. അവർ കൊണ്ടുപോകും, സൗഖ്യമാക്കും. ഇതിൻ്റെ എല്ലാം ആശയം അതാ. പക്ഷെ എനിക്ക് ആരും ഇല്ല. അയാളുടെ വേദന, കാരണം ആഴമായ വേദന കേൾക്കാൻ അവിടെ ആരുമില്ല. വന്ന് സംസാരിക്കാൻ ഒരാളിറങ്ങി, കിട്ടിയതൊക്കെ അയാൾ എന്ത് ചെയ്തു? വേദന എല്ലാം പങ്കുവയ്ക്കാൻ ഹൃദയം അങ്ങ് തുറന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ. ഞാൻ തന്നെ ചെല്ലുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പച്ചാ വല്ല വിധേനെ ഞാൻ വലിഞ്ഞഴഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ താനെ അവിടം വരെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നെന്ന് ഉത്തരം പറഞ്ഞു. മറ്റൊരുത്തൻ എനിക്ക് മുമ്പ് ഇറങ്ങുകയും ചെയ്യും, സൗഖ്യമാകുകയും ചെയ്യും, പോവുകയും ചെയ്യും. അടുത്ത വരി. യേശു അവനോട്. കണ്ടോ? ഇത്രയും ദുഃഖവും കേട്ടോണ്ടിരുന്നു. യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. മക്കളെ, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത്. 1 സംസാരിക്കുന്ന ദൈവം, 2 ശബ്ദം കേൾക്കുന്ന ദൈവം, 3 വിഷയത്തിൻ്റെ പഴക്കമറിയുന്ന ദൈവം, 4 എഴുന്നേൽപ്പിക്കുന്ന ദൈവം, 5 കണ്ണുനീര് ഒപ്പുന്ന ദൈവം,
6 കൊണ്ടു നടക്കുന്ന ദൈവം, 7 നിത്യതയിൽ ചേർക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഈ ദൈവം ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. നമ്മുടെ സകലത്തെയും അറിഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരാളെ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. എല്ലാവരും മാറിയാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും മാറാത്ത ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു. ആ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുകയാണ്, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനങ്ങളോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഇന്ന് കർത്താവ് തരുന്ന വചനത്തിൻ്റെ മുമ്പിൽ, സത്യത്തിൻ്റെ മുമ്പിൽ അനുസരണക്കേട് കാണിക്കാതെ വചനപ്രകാരം, വചനത്തിൽ എന്ത് പറയുന്നു, കർത്താവിന് എന്തോന്നാണ് എന്നോട് സംസാരിക്കാനുള്ളത്, ആ വചനപ്രകാരം ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഈ പറഞ്ഞ ആൾ ആരായിരുന്നെന്ന് അറിയാമോ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം വായിക്കുമ്പോൾ ഈ പറഞ്ഞ സ്വർഗീയ ദർശനങ്ങൾക്ക് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾ ആരായിരുന്നെന്ന് അറിയണ്ടേ? 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം വാക്യം വായിച്ചേ, 2-3 വായിച്ചേ. ഭക്തിയുള്ള 3-ാം വാക്യം. എന്നാൽ ശൗൽ വീടുതോറും ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനസിനെ അടക്കം ചെയ്തു, അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട്. ഈ ശൗലാണ് എവിടെ നിൽക്കുന്നത്? ഇപ്പം 27-ാം അധ്യായത്തിനകത്ത് ഈ ശൗലില്ലേ, ഇയാളാണ് ആ 27-ാം അധ്യായത്തിനകത്ത് നിൽക്കുന്നത്. എന്തോന്ന് പറഞ്ഞുകൊണ്ട്? അഗ്രിപ്പാവേ, അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാത്തവനായി ഞാൻ പോകുന്നു. കണ്ടോ, ഇത് പറഞ്ഞതാര്? ഈ ശൗൽ. ഈ ശൗൽ പണ്ട് ആരായിരുന്നു? വായിച്ചേ. ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും എങ്ങനെയുള്ള? ഭക്തിയുള്ള, യേശുവിനെ ആരാധിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് വലിച്ച് വെളി കൊണ്ടിറങ്ങി വലിച്ചിഴക്കി. ദൈവത്തെ തള്ളി പറയത്തില്ല. വലിച്ചിഴച്ച് ശരീരവാസകലം മുറിവേൽക്കും, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും. ഈ ജോലി ചെയ്ത ആളാണ് ആര്? ഇയാൾ അപ്പനെ തൊടാ ഒരു സെക്കൻഡ് പോലും, ഏത് കൊമ്പനെ അപ്പൻ വിചാരിച്ച ഒരു സെക്കൻഡ് പോലും വേണ്ട. നോക്കിയേ, ഈ ശൗൽ എന്താ ചെയ്ത്? ഒന്നുകൂടെ വായിച്ചേ. ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. സഭയെ മുടിച്ചു പോന്നു. കേട്ടോ, പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് എവിടെ കൊണ്ടിടും? കാരാഗ്രഹത്തിൻ്റെ അകത്ത് കൊണ്ടാക്കിട്ട് പോ, അവിടെ ചെന്ന് കിടന്നു. നോക്കി, അത്ര ക്രൂരനായിരുന്നു. ആര്? ഒറ്റ വെളിച്ചം, ക്രൂരതയെല്ലാം പൊട്ടി, അയാളുടെ ദുർസ്വഭാവം എല്ലാം പൊട്ടി. കണ്ടോ, ഏത് ദുർസ്വഭാവയെ ഒറ്റ പ്രകാശത്തിലൂടെ കെട്ടുപൊട്ടിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ള ആരാ? യേശു ക്രിസ്തു. ആ കർത്താവാണ് നമ്മളെയൊക്കെ കെട്ടുപൊട്ടിച്ചത്. നമ്മളൊന്നും അല്ലായിരുന്നു അല്ലേ? സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന്, പഴയ സ്വഭാവങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് എൻ്റെ അപ്പൻ്റെ കൃപയാൽ നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹമല്ലേ? ആ കർത്താവിൻ്റെ പ്രകാശം തട്ടിയത് കൊണ്ടല്ലേ? ആ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് കൊണ്ടല്ലേ? പ്രശ്നം വന്നാലും, പ്രതികൂലം വന്നാലും, പ്രതിസന്ധി വന്നാലും സ്വർഗീയ വിളി, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കരുത്. യേശപ്പൻ നമ്മളോട് എന്ത് പറയും അതിനപ്പുറം അനുസരണക്കേട് കാണിക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഭക്തിയുള്ള മക്കളെ വലിച്ചിഴച്ച് തടവിലാക്കുന്ന ഈ മനുഷ്യൻ്റെ മേൽ ഒരു ശക്തി ഇറങ്ങിയപ്പോൾ അവൻ്റെ ബന്ധനം അഴിഞ്ഞു, അവൻ്റെ കെട്ട് പൊട്ടി, അവൻ്റെ നുഖങ്ങൾ ഒടിഞ്ഞു, അവനെ ഒതുക്കി വെച്ചിരുന്ന പിശാചിൻ്റെ സകല വ്യാപാരങ്ങളും മണ്ഡലങ്ങളും തച്ചുടയപ്പെട്ടു. അവന് സുബോധം വന്നു, അവൻ്റെ കണ്ണ് തുറന്നു, അവൻ യേശുവിനെ കണ്ടു, അവൻ ദർശനം കാണാൻ തുടങ്ങി, അവൻ സ്വർഗം കാണാൻ തുടങ്ങി, യേശു ആരെന്ന് കാണാൻ തുടങ്ങി, സത്യവചനത്തിൽ തിരിച്ചറിയാൻ തുടങ്ങി. അതിനുശേഷം അപ്പനെ വിട്ട് മാറിയിട്ടില്ല. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ലോകം നൽകിടും സ്നേഹത്തേക്കാൾ,
നൽകുന്നു പൂർണ്ണമായി. മോദമോടിതാ പൂർണ്ണമായി. എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിതാ പൂർണ്ണമായി. നിത്യസ്നേഹത്താൽ തേടി എന്നെ സ്നേഹിച്ചു. നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ. ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവ് ആ മനുഷ്യനെ സൗലിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അയാളെ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ ദൈവം കൊടുത്ത ദർശനത്തെ പാഴാക്കിയില്ല, ദൈവം കൊടുത്ത വചനത്തെ പാഴാക്കില്ല. ദൈവം എന്ത് സംസാരിച്ചോ അതിൻ്റെ അപ്പുറത്ത് ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ ഓരോ ദിവസവും കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ ഈ മനുഷ്യൻ ഇരുന്നു കൊടുത്തു. കർത്താവ് ഇയാളെ പൊളിക്കാൻ തുടങ്ങി, കർത്താവ് ഇയാളെ പൊട്ടിക്കാൻ തുടങ്ങി, കർത്താവ് ഇയാളെ പണിയാൻ തുടങ്ങി. എത്രത്തോളം സഭയെ ഉപദ്രവിച്ചോ, എത്രത്തോളം ജനത്തെ ഉപദ്രവിച്ചോ, എത്രത്തോളം ദൈവനാമത്തെ പരിഹസിച്ചോ, അത്രത്തോളം യേശു മാത്രം കർത്താവെന്ന് വിളിച്ചു പറയുന്ന ഒരാളാക്കി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നിന്റെ കുടുംബത്തിലെ ചില അംഗങ്ങൾ, യേശുവിനെ കണ്ടുമുട്ടാത്ത ചില അംഗങ്ങൾ എത്രത്തോളം ദൈവത്തെ പരിഹസിക്കുന്നു, അത്രത്തോളം യേശു മാത്രം കർത്താവെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ഒരാളാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് മണിക്കൂറുകൾ വേണ്ട, എൻ്റെ ദൈവത്തിന് മാസങ്ങൾ വേണ്ട, എൻ്റെ ദൈവത്തിന് വർഷങ്ങൾ വേണ്ട, എൻ്റെ ദൈവത്തിന് ഒരു പ്രകാശത്തിന് തരി മതി. ഹല്ലേലൂയ. യേശുവിനെതിരെ ആരെല്ലാം സംസാരിച്ചാലും എൻ്റെ ദൈവത്തിനെ ഒരാളിനെ തുടരണമെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട. നോക്കി, സ്തോത്രം. എൻ്റെ യേശുവിന് എതിരായി നിന്ന ഈ മനുഷ്യന് കർത്താവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവനായി മാറി, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവനായി മാറി, കർത്താവിൻ്റെ ദർശനം കാണുന്നവനായി മാറി, കർത്താവിൻ്റെ കൃപയിൽ ജ്വലിച്ചു. കണ്ടോ, ഏത് കൊലക്കൊമ്പനെയും എൻ്റെ കർത്താവിൻ്റെ കൈക്കകത്തിരുത്തി പൊടിച്ച് തരിപ്പണമാക്കി. സ്തോത്രം. ആ സൂചിക്കൊഴക്കകത്തൂടെ കടത്തി വിടത്തക്ക നിലവാരത്തിൽ ആ മനുഷ്യനെ പൊടിച്ച് അപ്പൻ്റെ ശക്തിയെ പകർന്ന് ആത്മാവിൻ്റെ ബലം പകർന്ന് ഹല്ലേലൂയ സസ്യങ്ങളിൽ ഏറ്റവും വലിയ ഒരു സസ്യമാക്കി, ഒരു വലിയ വൃക്ഷമാക്കി, മറ്റുള്ളവ വന്ന് കൂടുവയ്ക്കുന്ന നിലവാരത്തിൽ ആത്മാവിൽ വളർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നിനകത്തിരിക്കുന്ന മകനെ, മകളെ, ഹല്ലേലൂയ. കടുകുമണി ചെറുതെങ്കിലും അതിനെ ഒരുത്തനെടുത്ത് വയലിടുകയാണ്, അത് വളരുന്നു, വൃക്ഷമായി മാറുകയാണ്, അതിൽ വന്നിരിക്കുകയാണ് പക്ഷികൾ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ക്രിസ്തുവിൻ്റെ ആത്മാവ് അയാളുടെ അകത്ത് ഇറങ്ങിയപ്പോൾ അയാളുള്ള സ്വയങ്ങൾ പൊട്ടി, പാപ മനുഷ്യൻ പൊട്ടി, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം പൊട്ടി, അയാൾ യേശുവിൻ്റെതായി മാറി. യേശുവിൻ്റെ ജീവൻ അയാൾ വളരാൻ തുടങ്ങി, അതൊരു വൃക്ഷമായി മാറി. അയാളെ കൊണ്ട് ആമേൻ സ്തോത്രം അങ്ങ് അറ്റം വരെയും ഓടിച്ച് ആൾക്കാരെ ഉപദ്രവിച്ചവൻ, അടിച്ച് തള്ളിയിട്ടവൻ. അപ്പോൾ റോമർക്കടി ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എടുത്ത് റോമർക്കടി ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, അതിൻ്റെ 13 റോമർക്കടി ലേഖനം അതിൻ്റെ 15 അധ്യായം 18 വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ 18 വാക്യം. റോമർക്കടി ലേഖനം 15 അധ്യായം 18 മുതൽ വായിച്ചേ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ. എനിക്ക് ഈ വരിയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അകത്തളങ്ങളിൽ അങ്ങ് പിടിച്ച് വലിച്ചു പുടുക്കും. കണ്ടോ, ഒന്നുകൂടെ വായിച്ചേ ആ വരി. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ. എല്ലാം മുഴുവകത്തും കൊടുക്കുന്നുണ്ടോ കർത്താവിനെ? പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ. ഇന്ന് അനേകർ പറയുന്നത് ഞാൻ തൊട്ട് വിടിവിക്കപ്പെട്ടു എന്നല്ലേ പറഞ്ഞേ? അപ്പോസ്തലൻ എന്താ പറഞ്ഞേ? ഞാൻ പ്രാർത്ഥിച്ച് പിടിച്ചെന്നല്ലേ പറഞ്ഞു എല്ലാവരും അനേകർ പറയുന്നത്. എല്ലാവരും അല്ല, അനേകർ പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതാണ് സംഭവം പറ്റിയെന്നല്ലേ പറയുന്നത്. പക്ഷെ അപ്പോസ്തലൻ ഇത്രയും കൃപയുള്ളൊരു മനുഷ്യൻ പറയുന്നത് അതാ പറഞ്ഞത്, നിറവുള്ളവൻ ഒഴുകിക്കൊണ്ടേയിരിക്കും. അവന് പ്രശംസിക്കാനൊന്നുമില്ല, പുകഴാനൊന്നുമില്ല, പറയാനൊന്നുമില്ല, മുഴുമഹത്വവും ദൈവത്തിന് പോയിക്കൊണ്ടിരിക്കും. അവൻ്റെ നിക്ഷേപം മുഴുവൻ സ്വർഗത്തിലിരിക്കും. കാരണം എന്താ? അവൻ പറഞ്ഞു നോക്കിയേ, അപ്പോസ്തലനാകുന്ന ദൈവ മനുഷ്യൻ പറഞ്ഞു നോക്കിയേ,
ശക്തി കൊണ്ടും പരിശുദ്ധാത്മ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ. 18 ഒന്നുകൂടെ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവർത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ പൗലോസായ ഞാൻ തുനിയുന്നില്ല. എനിക്കൊന്നും പറയാനില്ല. ഇത്രയും കൃപയുള്ള ഒരു മനുഷ്യൻ്റെ വാക്ക് ഇതാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എന്ത് പറയാനുണ്ട്? അടുത്ത വരി കൂടെ വായിച്ചേ. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലുര്യ ദേശത്തോളം. കണ്ടോ, എത്ര പട്ടണങ്ങൾ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ അതിൻ്റെ 100 മടങ്ങ് പട്ടണങ്ങൾ അയാൾ ക്രിസ്തുവിനായിട്ട് പിടിച്ചു. എത്ര പട്ടണങ്ങൾ ദൈവത്തിനെതിരെ സംസാരിച്ചോ അതിനേക്കാളും എത്രയോ മടങ്ങ് പട്ടണങ്ങൾ അയാൾ കർത്താവിൻ്റെതാക്കി മാറ്റി. കർത്താവിന്റെ കൃപയാൽ. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലുര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച്. എന്തുകൊണ്ടാണ് ചുറ്റാൻ പറ്റിയത്? ചുമ്മാ ചുന്തിയെന്നാണോ? അല്ല, പിന്നെ സ്വർഗീയ ദർശനം പ്രാപിച്ച് കർത്താവ് വായിച്ചതാ. വായിച്ചേ. ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം. എവിടെ വരെ? ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. അടുത്ത് ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ എന്ന് പറഞ്ഞാൽ വേറെ ഒരാള് പ്രസംഗിച്ചടുത്തല്ല, വേറൊരാൾ പഠിപ്പിച്ചു കൊണ്ടുവന്നടുത്തല്ല, പിന്നെ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിനെ ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അറിഞ്ഞിട്ടുള്ളവരുടെ അടുത്തിലല്ല എന്ന് പറഞ്ഞാൽ യേശു എന്നൊരു വാക്കുപോലെ അറിഞ്ഞിട്ടില്ലാത്ത ഇടത്തിലല്ല. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. കണ്ടോ, അഭിമാനിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഇടത്ത് പോലും പോയി ഈ മനുഷ്യൻ അനേകർ യേശു മാത്രം കർത്താവെന്ന് പറയുന്ന ഒരാളാക്കി ദൈവം എന്ത് ചെയ്തു? മാറ്റി. ദൈവം ഒരാളിനെ തൊട്ടാൽ, ദൈവം ഒരാളിനെ പിടിച്ചാൽ അയാളെ കർത്താവ് ഉപയോഗിക്കുകയും ചെയ്യും, കർത്താവ് നടത്തുകയും ചെയ്യും, കർത്താവ് പരിപാലിക്കുകയും ചെയ്യും. കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ അയാളെ തൊടേണ്ട മണ്ണ് തൊട്ടാൽ അയാൾ പറയും, അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് ഞാൻ എന്ത് കാണിച്ചില്ല? അനുസരണക്കേട് കാണിച്ചില്ല. ഇന്ന് എത്രർക്ക് പറയാൻ പറ്റും? സ്വർഗീയ ദർശനത്തോട് എൻ്റെ അപ്പൻ വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും പ്രതികൂലങ്ങൾ ഏറെ ഉണ്ടായി, പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായി, പ്രതിസന്ധി ഏറെ ഉണ്ടായി. എൻ്റെ അപ്പൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എനിക്ക് വേണ്ട. ഇനി എത്ര കാലം ഞാൻ ജീവിച്ചാലും യേശുപ്പ എന്നാണോ വരുന്നത് അതുവരെയും എൻ്റെ യേശുവിൻ്റെ വചനപ്രകാരം എനിക്ക് സത്യത്തിലും ആത്മാവിലും ദൈവഭയത്തോടെ വചനപ്രകാരം ജീവിക്കാൻ യേശുവെ എനിക്ക് ആഗ്രഹമുണ്ട്. എത്രവർക്ക് ആഗ്രഹമുണ്ട്? ഓ ജീസസ്, ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി അനുസരണക്കേട് കാണിക്കാതെ, ആ വിളിക്കൊത്തവണ്ണം അനുസരണക്കേട് കാണിക്കാതെ ഇന്ന് ഇതിനകത്ത് വന്ന പൈതലെ അപ്പോസ്തലൻ വിളിച്ചതിന് വേണ്ടിയാണ്. പിശാചിന്റെ പിടിക്കകത്തിരിക്കുന്ന ഒരു കൂട്ടം വരെ കെട്ടുകളെ പൊട്ടിക്കാൻ ഇന്ന് പകൽക്കാലം ആ കെട്ടുകളെ പൊട്ടിക്കാൻ സർവ്വശക്തിയുള്ള യേശു നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ മേഖലയ്ക്കകത്താണോ ശത്രു പിടിച്ചു വെച്ചിരിക്കുന്നത് അവയൊക്കെ പൊട്ടിക്കുവാൻ ഈ സർവ്വശക്തൻ മതിയായവനാണ്. യേശു അപ്പച്ചൻ ഒരു വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മേൽ ദൈവം ബാക്കി കാര്യം നോക്കിക്കൊള്ളൂ. സ്വർഗീയ ദർശനങ്ങൾ കൊടുത്തോളൂ, നടത്തേണ്ട വഴി നടത്തിക്കൊള്ളും. അന്ത്യം വരെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. ഏത് ദൈവസഭയെ ഉപദ്രവിച്ചവന്റെ മേലും ദൈവത്തിന്റെ ഒരു പ്രകാശം തട്ടിയാൽ അവൻ ഇല്ലൂരു ദേശം വരെയും അപ്പോസ്തലനെ കൊണ്ട് പ്രസംഗിപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം അവരെയും നടത്തി അവരെ കണ്ണുകളെ തുറന്ന് യേശു ആരെന്ന് കാണുവാൻ തക്കവണ്ണം സ്തോത്രം ആക്കി മാറ്റുവാ ഈ ദൈവം മതിയായവനാണ്. നിങ്ങൾ പറയും, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിനകത്ത് ഇന്ന ആള്. എത്ര പറഞ്ഞിട്ട് യേശുവിനെ മനസ്സിലാവുന്നില്ല പറയുന്നവരല്ലേ. പക്ഷെ യേശു തൊട്ടാൽ യേശുവിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. യേശു പിടിച്ചാൽ, യേശു ബന്ധനാണിച്ചാൽ, യേശു ചങ്ങല പൊട്ടിച്ചാൽ, അവരെ കണ്ണിനെ തുറന്നാൽ, ഹല്ലേലൂയ, അവരെ കാണേണ്ട വേണ്ട ദൈവം കാണിപ്പിച്ചാൽ, ഞാൻ പറയാം ഹല്ലേലൂയ, അവരെ പിന്നെ അകറ്റി വിടാൻ പറ്റത്തില്ല, അവരെ പിന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല, അവരെ പിന്നെ ആര് തകർക്കാൻ നോക്കിയാലും തകരത്തില്ല. അവരന്ത്യം വരെയും കർത്താവിനായിട്ട് ഓടും. ഇന്ന് ഞാൻ പറയട്ടെ സ്നേഹിതരെ, ഒരു ദൈവസഭയെ ചിതറിച്ച, ദൈവസഭയെ തകർത്ത, അനേകരെ ഉപദ്രവിച്ച ഒരു മനുഷ്യനെ കർത്താവ് കൈയിലെടുത്തപ്പോൾ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാക്കി ദൈവം മാറ്റിയെങ്കിൽ, കണ്ടോ, ഉടച്ച ആൾക്കാർ ദൈവമക്കളെ ഉപദ്രവിച്ചവനെ കർത്താവ് കയ്യിലെടുത്തപ്പോൾ അത് കൈക്കിണങ്ങിയ ഒരു പാത്രമായി മാറി. ലക്ഷോപലക്ഷം ജനങ്ങൾ യേശുവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ഈ സമാധാനം കണ്ടുമുട്ടി. പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു, ചങ്ങലകൾ അഴിഞ്ഞു. ദേശത്തിൻ്റെ അധിപതികൾ ഈ പ്രകാശം തട്ടി മനുഷ്യൻ്റെ മുമ്പിൽ കീഴടങ്ങി.
അന്ധകാര കെട്ടുകൾ കീഴടങ്ങി, ദുർഭൂതങ്ങൾ തകർന്നു, ദുരാത്മ മണ്ഡലങ്ങൾ അഴിഞ്ഞു, വ്യാധികൾ ഒഴിഞ്ഞു മാറി, രോഗശക്തികൾ അഴിഞ്ഞു മാറി, പാപശക്തികൾ അഴിഞ്ഞു മാറി, പാപത്തിന്റെ കോട്ടകൾ പൊട്ടി, അഹം കണ്ണുകൾ തുറന്നു, അനേകർ ആത്മാവിൽ നിറഞ്ഞു, അനേക രോഗികൾ സൗഖ്യമായി, മരിച്ചവർ ഉയർത്തു, ഭൂതങ്ങൾ പുറത്തായി, വെളിച്ചപ്പാടത്തിയുടെ ശക്തികൾ തകർന്നു. അനേകടുത്ത് തടവറകൾ കിട്ടിയെങ്കിലും തടവറയ്ക്കകത്തും യേശുവിനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. പുകയില്ല ഞാൻ കോടികളുടെ ആസ്തിയുള്ളവൻ, കപ്പൽ വ്യാപാരിയുടെ മകൻ, പേരും പ്രശസ്തിയും പദവിയും ധനവും ധനാട്ടിനും എല്ലാം നിറഞ്ഞവൻ, ലാഭമായുള്ളതെല്ലാം ഛേദമെന്ന് വലിച്ചെറിഞ്ഞവൻ, സകലത്തെയും ചവറായി കാണാൻ കൃപ ലഭിച്ചവൻ തടവറയ്ക്കകത്ത് കിടന്ന് എഴുതുകയാണ്, തിമോഥെയോസേ, സ്വതം നീ ആ പുതപ്പും ചർമ്മലിഖിതവും കൂടെ കൊണ്ടുവരണം. എന്ത് ചോദിക്കേ? അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കാനോ ഇരിക്കാനോ ഇതുമില്ല. അതിൻ്റെ ഒരു ചുവരിൻ്റെ ചെറിയൊരു ചുവരിൽ ഒരു ഹോള്. ഈ ഹോളിലൂടെ പറയുമ്പോൾ അപ്പുറത്ത് കിടക്കുന്നവനെ എഴുതും. ഈ ഹോളിലൂടെ അപ്പോസ്തലൻ പറയുന്ന അപ്പുറത്ത് കേൾക്കണമെങ്കിൽ എന്തുമാത്രം അതിനകത്ത് വിളിച്ചിട്ടായിരിക്കാം പറഞ്ഞത്. അങ്ങനെ എഴുതിയ ലേഖനങ്ങളാണ് തടവറയ്ക്കകത്തിടുന്ന ലേഖനം. ഇത്രയും ഭീകരജീവിയായ ഒരു മനുഷ്യൻ എൻ്റെ അപ്പൻ കയ്യിലെടുത്തപ്പോൾ, ആ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് ഇറങ്ങിയപ്പോൾ, അയാൾ ക്രിസ്തുവിൻ്റെതായി മാറിയപ്പോൾ, ലക്ഷങ്ങൾ ഈ ദൈവം കർത്താവെന്ന് പറയാനിടയായിത്തീർന്നു. ഏത് പുട്ടും ഭാവിയെയും ഏത് കൊലപ്പുള്ളിയെയും യേശുവിന് തൊട്ടാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട. സ്നേഹിതരെ, ഇതിനകത്തിരിക്കുന്ന പൈതലെ, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത വിഷയത്തോടായിരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെ നടത്താൻ ശക്തനാണ്. പേടിക്കരുത്. ശക്തിയെ പ്രാപിച്ചോളണം, ബലം പ്രാപിച്ചോളണം. കർത്താവിൻ്റെ വചനത്തിന് അപ്പുറം അനുസരണക്കേട് കാണിക്കാതെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാഴ്ചയുണ്ട്. നമ്മൾ ആദ്യം വചനത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ച് ആശീർവാദം പറയും, പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. വായിച്ചേ, നമ്മൾ നേരത്തെ വന്ന അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം ഒന്നുകൂടെ വായിച്ചേ. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നോക്കിയേ, 20-ാം വാക്യം, 26-ാം അധ്യായം നേരത്തെ വായിച്ച വാക്യം വായിച്ചേ. ഇത് നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. 26-ന്റെ 21 മുതൽ വായിച്ചേ. ഇത് നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് 20 ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. മാനസാന്തരത്തിന് യോഗ്യം. ഇത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, ഞാൻ കഴിഞ്ഞ നിമിഷം വരെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് കുറവുകളും തെറ്റുകളും വന്നു. അപ്പച്ചാ, ഇന്നത്തെ ഈ ആരാധന സമയത്ത് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു മാനസാന്തരപ്പെട്ട പൈതലായി ഞാൻ ഈ ആലയം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലൂടെ അല്ലാതെ എനിക്ക് ജീവിക്കണ്ട. അപ്പൻ്റെ ഹിതപ്രകാരം എനിക്ക് ജീവിക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എനിക്ക് കായ്ക്കണം. കർത്താവിനിൽ നിറയണം. എൻ്റെ കുടുംബത്തിനകത്ത് ഇന്ന വിഷയങ്ങളുണ്ട്. എൻ്റെ അപ്പ, അതിൻ്റെ നടുവിലും പ്രതികൂലങ്ങളെ ജയിക്കാൻ തക്കതായൊരു ശക്തി, പ്രശ്നത്തെ ജയിക്കാൻ തക്കതായൊരു ശക്തി, അവയുടെ നടുവിൽ ആത്മാവിൻ്റെ ബലത്തോടെ പുറത്തു വരാൻ തക്കതായൊരു ശക്തി എനിക്ക് തരണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? മാനസാന്തരത്തിന് യോഗ്യമായ ഒരു ഫലമുണ്ട് പൈതലെ. കർത്താവിനെ നമ്മൾ കണ്ടുകൂട്ടിയാൽ കർത്താവ് തരുന്ന ഒരു ഫലമുണ്ട്. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ഒരു ഫലം നമ്മളിലൂടെ പുറത്തു വരും. പാപത്തിൻ്റെ ഫലമല്ല, ക്രിസ്തുവിൻ്റെ ഫലം. കോപത്തിൻ്റെ ഫലമല്ല, പകയുടെ ഫലമല്ല, പിണക്കത്തിൻ്റെ ഫലമല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ ഫലം, താഴ്മയുടെ ഫലം, സമാധാനത്തിൻ്റെ ഫലം, മനസ്സലിവിൻ്റെ ഫലം, ദീർഘക്ഷമയുടെ ഫലം, കരുണയുടെ ഫലം, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഫലം, കൈതാങ്ങുന്ന ഫലം, അവരെ ബലപ്പെടുത്തുന്ന, അവരെ തീയുടെ കൂടത്ത് കുറച്ചുകൂടി തീ തരുന്ന ഫലമല്ല. പിന്നെ തീ ആളി കത്തുമ്പോഴും എല്ലാവർക്കും പ്രതികൂലമായി നിൽക്കുമ്പോഴും നമ്മളെ വിടുന്നത് താങ്ങാനാണ്. യേശുപ്പച്ചൻ താങ്ങുന്നതിന് പകരം നമ്മളെ വിടുകയാണ്. യേശുപ്പച്ചൻ മറിയയുടെ വീട്ടിൽ ചെന്നു, മാർത്തയുടെ വീട്ടിൽ ചെന്ന് കരഞ്ഞുല്ലേ? അവരുടെ കൂടെ എന്ത് ചെയ്തു? കരഞ്ഞു. ഈ ഭൂമി നമ്മളെ പലയിടത്തും വിടുന്ന എന്തിനാ? അവരുടെ വേദനയുടെ നടുവിൽ അവർക്കൊരാശ്വാസമായി മാറാനാ. ഹല്ലേലൂയ. ആ കൃപയാണ് നമ്മുടെ മേൽ തരുന്നത്. വേദനയുടെ നടുവിൽ ചെന്ന് കുറച്ചും കൂടെ വേദന എടുത്തിട്ട് കൊടുക്കാനല്ല, പിന്നെ വേദനിച്ചിരിക്കുന്നിടത്ത്. ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണാം. പക്ഷെ ഒരു വേദനയുടെ സമയം വരുമ്പോൾ നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, അങ്ങനെയല്ല പറയേണ്ടത്. വേദനയുടെ സമയം വരുമ്പോൾ യേശുവിൻ്റെ ആശ്വാസം മാത്രമേ കൊടുക്കാവൂ. ഹല്ലേലൂയ. തീ ഒരു തട്ടുകയല്ല. എല്ലാവരും ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മളെ ദൈവം അയച്ചാൽ അവർ ചെയ്ത തെറ്റ് പറഞ്ഞ് കുത്തി വേദനിപ്പിക്കാനല്ല, അവരെ ഒന്ന്
ചേർത്ത് പിടിക്കാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞിട്ടാ. അവരോട് പറയാം, യേശു നിന്നെ സ്നേഹിക്കുന്നത് പറയാം, യേശുവിൻ്റെ കരം നിന്നെ തൊടുമെന്ന് പറയാം, യേശുവിനെ ആശ്വസിപ്പിക്കുന്നത് പറയാം. ഇന്ന് ഈ കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ദൈവം തരും, ധൈര്യപ്പെടുന്ന പറയാം. ഇതിനാണ് ദൈവം നമ്മൾ അയക്കുന്നത്. അവരെ തീയുടെ കൂടെ കുറേ കൂടെ തീ കോരി തട്ടനല്ല, പിന്നെയോ കർത്താവ് നമ്മൾ അയക്കുന്നത് ആശ്വസിപ്പിക്കാനാണ്. നോക്കിയേ, അപ്പോസ്തലൻ അനേകരെ ആശ്വസിപ്പിക്കുന്ന ആളായി, അനേകർക്ക് വചനം കൊടുക്കുന്ന ആളായി. ഒരു ക്രൂരനായ മനുഷ്യൻ കർത്താവിൻ്റെ കരത്തിലിണങ്ങിയ ഒരു കുഞ്ഞാടായി മാറി. ഒരു ക്രൂരൻ, ഒരു ചെന്നായി കർത്താവിൻ്റെ കരത്തിൽ ഒരു കുഞ്ഞാടായി മാറി. അതാണ് ഒരു വ്യക്തിയെ യേശു മാറ്റുന്ന മാറ്റം. ഞാൻ പറയാം, യേശു എടുത്താൽ ഏത് ക്രിമിനലിനെയും, ഏത് ചെന്നായെയും യേശപ്പൻ ക്രിസ്തുവിൻ്റെ രൂപവും ഭാവവും ആത്മാവും ശക്തിയും ബലവും തന്ന് കുഞ്ഞാടാക്കി മാറ്റും. സ്വഭാവത്തിലും ജീവിതത്തിലും നോട്ടത്തിലും. എത്രയൊക്കെ ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് ജീവിതത്തിനകത്ത് മാറണം, എൻ്റെ സ്വഭാവത്തിനകത്ത് ഒരുപാട് മാറ്റം വരാറുണ്ട്, ഒപ്പം ഒരു വിടുതൽ എനിക്ക് വേണം, പിശാചിൻ്റെ പിടിയിൽ നിന്ന് കെട്ടുപൊട്ടി എനിക്ക് പുറത്തു വരണം. എത്രയൊക്കെ ആഗ്രഹമുണ്ട്. ആ കർത്താവ് ഇന്ന് രക്ഷിപ്പാൻ മതിയായവനാണ്. അപ്പോസ്തലൻ പറയുന്ന ഒരു വരി ഉണ്ടായിരുന്നുണ്ടോ, ഡെമസ്കോസിൽ വെച്ച് പിടിച്ച അന്ന് ആ മനുഷ്യനെ ദൈവം മാറ്റിയതുപോലെ ഇന്ന് എത്രയൊക്കെ ആഗ്രഹമുണ്ട്. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എനിക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാഴ്ചയുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് വ്യത്യസ്തമായ വിഷയങ്ങളുണ്ടപ്പാ, അവയുടെ നടുവിൽ ഇതാ ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് വരും. നമുക്കെല്ലാവർക്കും